അല്ല, ഇത് അങ്ങേയറ്റം പരിഹാസ്യമായ നടപടിയാണ്. കാരണം ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ് ഈ ആരോപണം അന്വേഷിച്ച് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും പൊക്കിക്കൊണ്ടുവരികയാണ്. പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രളയ ദുരിതാശ്വാസ പദ്ധതിയാണ്. ആ പ്രളയ ദുരിതാശ്വാസ പദ്ധതി പാവങ്ങളെ സഹായിക്കാനാണ്. അത് ഞാൻ മനസ്സിലാക്കുന്ന ചില പ്രോജക്റ്റൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോയി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു കുഴപ്പമുള്ള പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പോകുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ തകർന്നു. CPM നേതാക്കന്മാർ ജയിലിലാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു മന്ത്രി തന്നെ അങ്ങേയറ്റം നാണം കെട്ട ഒരു കേസിൽ 3 കൊല്ലം കോടതി ശിക്ഷിച്ചു. ഇതിൻ്റെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന ഒരു പരിഹാസ്യ പരിശ്രമമാണ്. ഇലക്ഷനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു നീക്കം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ്. അതെ, അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു നീക്കമായതുകൊണ്ട് ഇത് ബൂമറങ് ആകും. CPM-നും ഗവൺമെൻറ്റിനും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. മുൻപ് ഇങ്ങനെയുള്ളൊരു നീക്കം ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത്. അതെ, അന്നും അത് പരാജയപ്പെട്ടതാണ്. ഇപ്പോഴും ഇത് പരാജയപ്പെടും. PD സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. കോൺഗ്രസ് പാർട്ടി UDF അദ്ദേഹത്തിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കും.